2025 ജെഇ മെയിൻ ആദ്യ സെഷന്റെ റിസൾട്ട് വന്നപ്പോൾ ഉയർന്ന പെർസെൻറ്റേജ് സ്കോറും മികച്ച വിജയവും കരസ്ഥമാക്കിയ ഗൗതത്തിനെ കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഗൗതം നമ്മുടെ ബ്രില്യൻറ്റിലെ സ്റ്റുഡൻ്റ് ആണ്. +1 +2 പഠനത്തോടൊപ്പമായിരുന്നു ഗൗതത്തിൻ്റെ എൻട്രൻസിനുള്ള പരിശീലനവും. അപ്പോൾ ഗൗതത്തിൻ്റെ ഫ്ലാറ്റ് നമ്മുടെ തൃശ്ശൂരിലാണ്. അപ്പോൾ തൃശ്ശൂരിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മോനെ ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സാർ. അപ്പോൾ നല്ലൊരു സ്കോറൊക്കെ കിട്ടി, നല്ല പെർസെൻറ്റേജ് സ്കോറൊക്കെ കിട്ടി, നല്ലൊരു റാങ്ക് കിട്ടി. മോൻ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പം ജസ്റ്റ് വെരി ഹാപ്പി റൈറ്റ് നൗ ബിക്കോസ് ഞാൻ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് 11th 12th പിന്നെ റിസൾട്ട് കിട്ടി. അപ്പോൾ എല്ലാവരും ഹാപ്പി, ഞാൻ ഹാപ്പിയായി. എല്ലാവരും എന്ത് പറഞ്ഞു? പ്രത്യേകിച്ച് പേരൻസ്, അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, അധ്യാപകർ എല്ലാവരും എന്ത് പറഞ്ഞു? എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു റിസൾട്ട് വന്നപ്പോൾ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു. മൈ പാരൻസ് പ്രൗഡ് ഓഫ് മീ. റിസൾട്ട് ടെല്ലിങ് മീ കൺഗ്രാജുലേഷൻസ്. യു കുഡ് ഡു ദിസ്. ഫ്രണ്ട്സ് എല്ലാം പറയുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് കിട്ടിയില്ല അതൊക്കെ പറഞ്ഞപ്പോൾ? ഇനി ജെഇ അഡ്വാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ്, മോട്ടിവേഷൻ ഒക്കെ കിട്ടിയില്ലേ? മോൻ്റെ സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു? പ്രൈമറി സ്കൂളിംഗ് ഒക്കെ? ഞാൻ ദുബായ് ആയിരുന്നു. സോ ഞാൻ 8ാം ക്ലാസ്സിൽ ഇന്ത്യക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 9ാം ക്ലാസ് ഞാൻ ദേവമാത ജോയിൻ ചെയ്തിട്ട് അവിടെ ബ്രില്യൻറ്റിലുണ്ടായിരുന്നു, ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഗൗതത്തിൻ്റെ ചേട്ടനും IIT ഇപ്പോൾ അഡ്മിഷൻ നേടി. IITയിൽ 3rd ഇയർ പഠിക്കുക അല്ലേ? IIT പഠിക്കുകയാണ്, ഫൈനൽ ഇയർ പഠിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ പേരെന്താണ്? ഗോകുലും നമ്മുടെ ബ്രില്യൻറ്റിൽ പഠിച്ച ആളാണ്. അപ്പോൾ ഗോകുലിൻ്റെ ഒരു പാതയിലേക്കാണോ ഗൗതവും മുമ്പോട്ട് പോകുന്നത്? ആ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നോ? അവൻ ഇൻസ്പിറേഷൻ ആയിരുന്നു. ആക്ച്വലി ഹി ടോട്ട് മീ മെനി തിങ്സ്. ഹി ടോൾഡ് മീ വാട്ട് ബുക്സ് സ്റ്റഡി ആൻഡ് ഓൾ ദാറ്റ്. അവനെ കണ്ടിട്ട് ഓക്കെ ഐ ഹാവ് ടു ബീറ്റ് ഹിം ടു. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്. ദാറ്റ്സ് കൈൻഡ് ഓഫ് മൈ പുഷിംഗ് ഫോഴ്സ്. അക്കാഡമിക്കലി ചേട്ടൻ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? സംശയങ്ങളൊക്കെ തോന്നുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് പരിഹരിച്ചൊക്കെ തരാറുണ്ടോ? യെസ് ഓഫ് കോഴ്സ്. ഇറ്റ്സ് ഓൾവേസ് ദേർ ഫോർ മീ, ഓൾവേസ് ബൈ മൈ സൈഡ്. ഓക്കെ, എങ്ങനെയായിരുന്നു മോനെ ജെഇ മെയിൻ്റെ ഒരു പ്രിപ്പറേഷൻ? മോൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ സ്റ്റഡി സ്ട്രാറ്റജി ഏത് രീതിയിലായിരുന്നു? ഓക്കെ, സോ നമ്മുടെ ബ്രില്യൻ്റ് നന്നായി ക്ലാസ് എടുക്കുന്നുണ്ട്. സോ ക്ലാസ് നടക്കുമ്പോൾ ഞാൻ നോട്ട്സ് എഴുതാറുണ്ട്. വീട്ടിലെത്തുമ്പോൾ ഞാൻ നോട്ട്സ് വായിച്ചിട്ട് ഒരു ജനറൽ ഐഡിയ കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നോക്കും. പിന്നെ കുറേ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ലൈബ്രറി ഉണ്ട്, അവിടെ നിന്ന് കുറച്ച് ബുക്സ് എടുത്തിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കും. കുറേ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചാപ്റ്റർ സെറ്റായാൽ ഞാൻ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകും. ഓക്കെ, പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ഫുൾ ഇയർ പേപ്പേഴ്സ്. നമ്മൾ ബ്രില്യൻ്റ് മോഡൽസ് നന്നായിട്ട് ക്വസ്റ്റ്യൻസിന് വെറൈറ്റിയും ഡെപ്തിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. കൂടുതൽ വേറെ പേപ്പേഴ്സ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഈ +1 +2വിനോടൊപ്പം തന്നെ എൻട്രൻസിനുമുള്ള ഒരു പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയായിരുന്നു? അതിൻ്റെ ഒരു എങ്ങനെയായിരുന്നു? അത് രണ്ടും കൂടി സംയോജിപ്പിച്ച് ഒന്നിച്ച് കൊണ്ടുപോയില്ലേ? അത് എങ്ങനെയായിരുന്നു? അത് കുറച്ച് പാടായിരുന്നു സ്കൂളും ഇത് രണ്ടും കൊണ്ടുപോകാനായിട്ട്. പക്ഷേ ടീച്ചേഴ്സും ഹെൽപ്പ് ചെയ്തു. അവർ വർക്ക് ലോഡ് കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് സമയം സ്കൂളിൽ അലോട്ട് ചെയ്തു, ബ്രില്യൻറ്റിന് കുറച്ച് സമയം അലോട്ട് ചെയ്തു. അപ്പോൾ ഷെഡ്യൂൾ കൊളൈഡ് ചെയ്തില്ല, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഗൗതത്തിന് ഈ പഠിത്തത്തിൻ്റെ ഒപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഹോബീസ് എന്നൊക്കെ പറയാനായിട്ടുണ്ടായിരുന്നോ? ഹോബീസ് എനിക്ക് ക്യൂബിങ്ങും ചെസ്സ് സാധനങ്ങളും ഇഷ്ടമാണ്. പിന്നെ ഞാൻ മുമ്പ് ഫുട്ബോളൊക്കെ കളിക്കാറുണ്ടായിരുന്നു താഴെ. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇനി മോൻ്റെ ഒരു ജെഇ അഡ്വാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് മോൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ചാപ്റ്റേഴ്സ് ഓൾമോസ്റ്റ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് തിയറി എല്ലാം അറിയാം. സോ ഐ ജസ്റ്റ് ഹാവ് ടു ഡു ഹാർഡ് പ്രോബ്ലംസ്, ഡെപ്ത് പ്രോബ്ലംസ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ബ്രില്യൻ്റ് എക്സാം റെഗുലർലി അറ്റൻഡ് ചെയ്യും. പിന്നെ കൂടാതെ എൻ്റെ പ്രൊഫഷണൽ കുറച്ച് ബുക്സ് ചോദിച്ചിട്ടുണ്ട് അഡ്വാൻസ് ഓറിയൻറ്റഡ് ആയിട്ട്. അത് ഞാൻ ചെയ്യാൻ പോണ്. അത് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ കോൺഫിഡൻസ് ആയിട്ട് അഡ്വാൻസ് ചെയ്താൽ പോണ്. കൂടുതലും ഏത് ടൈപ്പ് സ്റ്റഡി മെറ്റീരിയൽസ് ആയിരുന്നു മോന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ബ്രില്യൻ്റ് ആണത്? റെസനൻസും നമ്മുടെ ഒരു ലേണിംഗ് ആപ്പ് ഉണ്ടായിരുന്നു. അത് രണ്ടും നല്ലതായിരുന്നു. റെസനൻസ് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ലേണിംഗ് ആപ്പ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറയാണ്. നമുക്ക് ടെസ്റ്റ് അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും, എത്ര ക്വസ്റ്റ്യൻ വേണം, ഇത് ലെവൽ ക്വസ്റ്റ്യൻ വേണം. നല്ലതായിരുന്നു. അപ്പോൾ മോൻ്റെ മനസ്സിലൊരു ഡ്രീം IIT ഉണ്ടായിരിക്കുമല്ലോ മനസ്സിൽ? എല്ലാവരുടെയും എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് കടക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കാണില്ലേ ഒരു മനസ്സിലൊരു IIT? അങ്ങനെ മോൻ്റെ മനസ്സിലുള്ള ഡ്രീം IIT ആണ്? ഡ്രീം IIT ബോംബെ തന്നെ. അത് കിട്ടിയില്ലെങ്കിൽ IIT മദ്രാസ്, രണ്ടും തന്നെ ഇഷ്ടം. ആ ഒരു അവിടെ തന്നെ IIT തന്നെ, IT ബോംബെയിൽ തന്നെ മോന് അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗൗതത്തിൻ്റെ ആ ഒരു അഭിമാന നേട്ടത്തിൽ സന്തോഷിച്ചിരിക്കുന്ന ഗൗതത്തിൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ക്ലാസ് ടീച്ചറും ഒക്കെ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അച്ഛനോട് ചോദിക്കാം. അപ്പോൾ മോനെ സംബന്ധിച്ച് നല്ലൊരു വിജയം ജെഇ മെയിൻ ആദ്യ സെഷനിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? വളരെയധികം സന്തോഷം തോന്നി. എന്താ പറയുക, നമ്മുടെ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇത്രയ്ക്ക് എത്തുന്ന നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലം അവന് കിട്ടിയിട്ടുണ്ട്. സാർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഞങ്ങൾ ദുബായിലായിരുന്നു, ഫാമിലി അടക്കം. 10ാം ക്ലാസ് വരെ, എൻ്റെ മൂത്ത മകൻ 10ാം ക്ലാസ്സിലായിരുന്ന സമയത്ത് വരെ അവിടെയായിരുന്നു.
2019 വരെ. 2019 മൂത്ത മകന് ബ്രില്യൻറ്റിൽ അതെ. ഈ ദേവമാത സ്കൂളിൽ ഇൻ്റഗ്രേറ്റഡ് കോഴ്സിന് അഡ്മിഷൻ കിട്ടി. അങ്ങനെ അവൻ ഇവിടേക്ക് വന്നു. അതിപ്പോൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പോന്നു. അപ്പോൾ അതിനുശേഷം അവൻ എന്താ പറയുക ബിടെക്കിന് ബോംബെ IIT അഡ്മിഷൻ കിട്ടി, ഇലക്ട്രിക്കലിന് ഫൈനൽ ഇയർ ആണ്. മക്കൾ രണ്ടും ഒരു IIT, ഒരാൾ ഓൾറെഡി IIT ഇപ്പം പൂർത്തിയാകാൻ പോകുന്നു. അടുത്തയാൾ IIT ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ ഘട്ടം എന്ന നിലയിൽ JEE നല്ലൊരു സ്കോറൊക്കെ കരസ്ഥമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താ സാറിന് തോന്നുന്നത്, രണ്ട് പേരും ഇങ്ങനെ ഒരു IIT, സാറിൻ്റെ ഒരു താല്പര്യമായിരുന്നു ഇവർ രണ്ടുപേരും? ആക്ച്വലി എൻ്റെ താല്പര്യമായിരുന്നു വേണമെങ്കിൽ പറയാം. എനിക്കൊരു എഞ്ചിനീയർ ആവാനായിട്ട് ആയിരുന്നു താല്പര്യം. പക്ഷേ സാഹചര്യങ്ങൾ നമ്മൾക്കന്ന് അതിനുള്ളൊരു വഴി വെച്ചില്ല. പിന്നെ ഇവരെ കുട്ടികൾക്ക് ഞാൻ ശ്രദ്ധിച്ചത് അവർക്ക് മാത്സിലും സയൻസിലും നല്ല ഇൻട്രസ്റ്റ് കണ്ടിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അവർക്ക് തന്നെ ആയിരിക്കാം. പിന്നെ എന്താ പറയുക, ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്തു. അവർ ഇൻട്രസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് പൊക്കട്ടെന്ന് വെച്ചിട്ട്. മൂത്താൾ പോയ പിന്നെ രണ്ടാമത്തെ ആളും സെയിം ട്രാക്കിലാണ് പോണത്. നമ്മൾ വേറെ ഏതെങ്കിലും ചോദിച്ചിരുന്നു മാറി ഏതെങ്കിലും വല്ല എന്താ പറയുക മെഡിക്കൽ ഫീൽഡിലേക്ക് അതേപോലെ എന്നെ പോലെ കൊമേഴ്സ് ഫീൽഡിലേക്ക് വരണമെന്ന് ചോദിച്ചു. പക്ഷേ വേണ്ട, അവന് മാത്സിന് താല്പര്യം. IIT അല്ലെങ്കിൽ NIT. IIT നമുക്ക് അറിയാമല്ലോ, ഒരു ദിവസത്തെ എക്സാം 2 എക്സാമൊക്കെ എഴുതി എന്താ പറയുക ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. ഇപ്പോൾ NIT സീറ്റ് ഷുവറാണ്. അപ്പോൾ ബിടെക് NIT ഷുവറാണ്. IIT ആണ് ആഗ്രഹം തീർച്ചയായിട്ടും. ഇപ്പോൾ മാമിൻ്റെ പേര്? എൻ്റെ പേര് അഭിന. ഓക്കെ, എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഗൗതത്തിൻ്റെ ഈ ഒരു വളർച്ചയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഘട്ടത്തിൽ, എല്ലാ ഘട്ടത്തിലും നിങ്ങളായിരിക്കുമല്ലോ കൂടുതലും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന അമ്മമാരൊക്കെ ആയിരിക്കുമല്ലോ വീട്ടിൽ. അപ്പോൾ എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? ഇപ്പോൾ നല്ലൊരു അച്ചീവ്മെൻറ്റ് മോന് ലഭിച്ചിരിക്കുന്നു, അപ്പോൾ എന്താ പറയാനുള്ളത്? എന്താ പറയാ, അവൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്യായിരുന്നു. മോട്ടിവേറ്റഡ് ആണ് ആള്. ചേട്ടൻ്റെ നല്ലോണം ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആളതിന് വേണ്ടി ഹാർഡ് വർക്ക്, എനിക്ക് പിന്നെ പഠിക്കുന്ന പറഞ്ഞിട്ട് ഞാൻ നടക്കേണ്ട ആവശ്യമില്ല, കുട്ടി തന്നെ മാനേജ് ചെയ്തിരുന്നു. ചെറുപ്പം മുതലേ പഠനത്തിന് വേണ്ടി സ്വന്തമായിട്ട് ചെയ്തിരുന്നു. ഞാനൊരിക്കലും പിന്നെ നടന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സപ്പോർട്ട്, അത്യാവശ്യം ഫുഡൊക്കെ അതൊക്കെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ചെയ്താൽ അവൻ ഹാപ്പിയാണ്. പിന്നെ അവൻ്റെ കാര്യത്തിൽ അങ്ങനെ ഞാൻ വല്ലാണ്ട് വെറി ചെയ്യേണ്ടി വന്നിട്ടില്ല. ഹാപ്പിയാണ്. സോ പ്രൗഡ് ഓഫ്. അപ്പോൾ നമ്മുടെ ഗൗതത്തിന് ഒരു മെൻ്റർ സപ്പോർട്ട് നൽകിക്കൊണ്ടിരുന്നത് അമൽ സാറാണ്. ഈ ഒരു ജേർണിയിൽ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ സാറിനെ സംബന്ധിച്ച് സാറിന് എന്താണ് ഇപ്പോൾ തോന്നുന്നത്? അവൻ ഫൗണ്ടേഷൻ വന്ന് നമ്മൾ ബ്രില്യൻറ്റിൻ്റെ ഭാഗമായ കുട്ടിയാണ്. സാറായാലും മാമായാലും ആ ഒരു കാര്യത്തിൽ അവൻ്റെ ഒരു പഠിത്തവുമായി ബന്ധപ്പെട്ട എല്ലാവരും സപ്പോർട്ടും കെയറിങ്ങും കൊടുത്തിരുന്നു. നമുക്ക് പേഴ്സണൽ അറിയാവുന്ന ഒരു ഫാമിലിയാണ്. ചേട്ടനായാലും നമ്മുടെ സെയിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു, ഇപ്പോൾ IT വർക്ക് ചെയ്യുന്നു. അവന് സിസ്റ്റമാറ്റിക് ആവുന്ന പോകുന്ന കുട്ടിയാണ്, ഹാർഡ് വർക്കാണ്. പ്രത്യേകിച്ച് മാത്സിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, പ്രോബ്ലം സോൾവിങ് വെച്ച് ഇൻട്രസ്റ്റഡ് ആണ് അവൻ തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാ ദിവസവും റെഫറൻസ് വരും, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയണ്ട. ഓൾറെഡി അവന് നമുക്ക് അവിടെ എവിടെ ചെല്ലണം എന്നൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തു. നമുക്ക് കൊടുക്കാൻ സപ്പോർട്ട് അവന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ദൈവത്തിന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു വിജയം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അവൻ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു കാൻഡിഡേറ്റ് തന്നെയാണ്, ഒരു IIT കാൻഡിഡേറ്റ് തന്നെയാണ് അവൻ. നമുക്ക് തീർച്ചയായിട്ടും അവിടെ ചെല്ലുന്നു. ഗൗതം ആഗ്രഹിച്ച പോലെ തന്നെ നല്ലൊരു IIT തന്നെ അഡ്മിഷൻ ലഭിക്കട്ടെ. ഇനി വരുന്ന JEE അഡ്വാൻസ്ഡ് പരീക്ഷയിലും ഈ JEE വിജയത്തിൻ്റെ തുടർച്ച തന്നെ ഉണ്ടാവട്ടെ. നല്ല പെർസെൻറ്റേജ് സ്കോറും നല്ല ഓൾ ഇന്ത്യ റാങ്കും ഒക്കെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.